കുരിശ് യുദ്ധങ്ങൾ അപമാനമോ അതെയോ അഭിമാനം? ഞാൻ ഒരിക്കൽ ഫേസ്ബുക്കിൽ ആരുമായോ എന്തോ കാര്യത്തെക്കുറിച്ച് തർക്കിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ തർക്കത്തിൽ എന്നെ തോൽപ്പിക്കാൻ മറ്റൊരു ആയുധവും കിട്ടാതെ വന്നപ്പോൾ അയാൾ ഇങ്ങനെ കുറിച്ചു: കുരിശ് യുദ്ധങ്ങളൊന്നും മറക്കരുത് കേട്ടോ, അതോർത്താൽ നന്ന് എന്ന് ഞാനും മറുപടി കൊടുത്തു. അതോടെ അയാൾ പിന്മാറി. കുരിശ് യുദ്ധം എന്ന വാക്കെടുത്ത് ഉപയോഗിച്ചാൽ ക്രിസ്ത്യാനികൾ തോൽവി സമ്മതിക്കും എന്ന് അയാൾ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയിരുന്നു എന്ന് വേണം അനുമാനിക്കാം. കാരണം ക്രിസ്ത്യൻ സംസ്കാരത്തിൽ വളർന്നു വന്നിട്ടുള്ള ഏതൊരവനെയും ഉത്തരം മുട്ടിക്കുന്ന ഒരു വാക്കാണ് കുരിശ് യുദ്ധം. ആ വാക്കിനോട് തന്നെ ക്രിസ്ത്യാനികൾക്ക് അലർജിയാണ്. റോമിൽ ചർച്ച് ഹിസ്റ്ററി പഠിപ്പിക്കുന്ന പ്രൊഫസർ മുതൽ കേരളത്തിലെ ഇടവപ്പള്ളിയിൽ വേദപാഠം കാറ്റഗിസം പഠിപ്പിക്കുന്ന അധ്യാപകർ വരെയുള്ളവരാണ് ക്രിസ്ത്യാനികളെ കുരിശ് യുദ്ധം അഥവാ ക്രൂസൈഡ് എന്ന വാക്കിന് അലർജി ഉള്ളവരാക്കിയിട്ടുള്ളത്. കൂടാതെ മറ്റൊരു തൽപര കക്ഷിയും ഇതിന് പിന്നിലുണ്ട്. മാർപ്പാപ്പമാരെ ജന്മശത്രുക്കളായി കാണുന്ന പ്രോട്ടസ്റ്റന്റ് വിഭാഗത്തിലുള്ള ചില സഭകളും, അത് പ്രോട്ടസ്റ്റന്റിസം തുടങ്ങിയ മാർട്ടിൻ ലൂതർ ഉൾപ്പെടെ മാർപ്പാപ്പമാരെ കുറ്റം പറയാനായി ഉപയോഗിക്കുന്ന ഒന്നാണ് കുരിശ് യുദ്ധം. ഇങ്ങനെയുള്ള സഭകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഇന്നത്തെ സോഷ്യൽ മീഡിയയും കുരിശ് യുദ്ധങ്ങളെ ലോക ചരിത്രത്തിലെ ഏറ്റവും നിന്ദ്യമായ കാര്യമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അവരിങ്ങനെ ചെയ്യുന്നത് കത്തോലിക്ക സഭയെ പ്രതിരോധത്തിലാക്കാനാണെങ്കിലും അതുകൊണ്ട് ഗുണം കിട്ടുന്നത് മുസ്ലിം തീവ്രവാദികൾക്കാണ് എന്ന കാര്യം ഈ അടുത്ത കാലത്താണ് അവർക്ക് മനസ്സിലായി തുടങ്ങിയത്. ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ കുരിശ് യുദ്ധം മറക്കരുതേ എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ നാണം കെടുത്താൻ ശ്രമിക്കുന്നത് തികച്ചും സ്വാഭാവികം. അതിനാരെയും കുറ്റം പറയുന്നില്ല. അതേസമയം കുരിശ് യുദ്ധം എന്ന് വാക്കുകൊണ്ട് നാണം കെടുന്നവരും ആ വാക്കുകൊണ്ട് മറ്റുള്ളവരെ നാണം കെടുത്താൻ ശ്രമിക്കുന്നവരും കുരിശ് യുദ്ധത്തെ പറ്റി പൂർണ്ണമായും അജ്ഞരാണ് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ സംഗതി. അതുകൊണ്ട് എന്തായിരുന്നു ഈ കുരിശ് യുദ്ധം? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു ഈ കുരിശ് യുദ്ധങ്ങൾ നടത്തിയത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുരിശ് യുദ്ധങ്ങൾക്ക് തിരികൊളുത്തിയത്, അതിന് നിമിത്തമായത് ഒരു പള്ളി പൊളിക്കലായി. 1992 ബാബറി മസ്ജിദ് എന്ന മുസ്ലിം പള്ളി പൊളിച്ച ചരിത്രം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. പക്ഷേ അതിനു മുമ്പേ, ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പേ, ക്രിസ്ത്യാനികളുടെ ഏറ്റവും പരിപാവനമായ പള്ളി, അതായത് യേശുവിന്റെ കല്ലറ, യേശുവിന്റെ ശവകുടീരം നിലനിന്നിരുന്ന ജെറൂസലേമിലെ ദ ചർച്ച് ഓഫ് ദ ഹോളി സെപ്പൽക്കർ എന്ന പള്ളി പൊളിച്ചതിന്റെ ചരിത്രം കേരളത്തിലെ ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, ഹിന്ദുവിനും മുസ്ലിമിനും ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു സംഭവത്തെ പറ്റി ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിന്റെയും കാറ്റഗിസം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നില്ല. ആ കാര്യമൊന്നും മെൻഷൻ ചെയ്യുന്ന പോലുമില്ല. എല്ലാവരും പറയാൻ മടിക്കുന്ന ആ പള്ളി പൊളിയെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പറഞ്ഞത്. റോമാ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം ചക്രവർത്തിയുടെ അമ്മ ഹെലേന രാജ്ഞിയുടെ മേൽനോട്ടത്തിൽ AD 325 ജെറൂസലേമിൽ യേശുവിന്റെ ഖബറിനു മുകളിൽ പണി കഴിപ്പിച്ച പള്ളിയാണ് ദ ചർച്ച് ഓഫ് ദ ഹോളി സെപ്പൽക്കർ.
പരിശുദ്ധ ഖബറിന്റെ പള്ളി എന്ന് മലയാളം. നൂറ്റാണ്ടുകൾക്ക് ശേഷം റോമാ സാമ്രാജ്യത്തിന്റെ ശക്തി നശിച്ചു കഴിഞ്ഞപ്പോൾ, കൃത്യമായി പറഞ്ഞാൽ AD 683 ക്രിസ്ത്യാനികളും യഹൂദരും മാത്രം താമസിച്ചിരുന്ന ജെറൂസലേം മുസ്ലിം ഖലീഫമാരുടെ ഭരണത്തിന് കീഴിൽ വന്നു. അടുത്ത 300 വർഷത്തേക്ക് അവിടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ AD 1009, കൃത്യമായി പറഞ്ഞാൽ AD 1009 സെപ്റ്റംബർ 29 അവിടുത്തെ ഖലീഫയായിരുന്ന അൽ ഹക്കിം ബിൻ അമറല്ല ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ആ കൽപ്പന പ്രകാരം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പണി കഴിപ്പിച്ച ചർച്ച് ഓഫ് ദ ഹോളി സെപ്പൽക്കറിന് ചുറ്റുമുള്ള എല്ലാ കെട്ടിടങ്ങളും, അവിടുത്തെ പാത്രിയാർക്കീസിന്റെ അരമന ഉൾപ്പെടെയുള്ള എല്ലാ കെട്ടിടങ്ങളും പൊളിച്ചു കളഞ്ഞു. യേശുവിന്റെ ഖബറും അതിനു മുകളിൽ പണിതിരുന്ന ചർച്ച് ഓഫ് ദ ഹോളി സെപ്പൽക്കറും പൊളിച്ചു കളഞ്ഞില്ലല്ലോ എന്നോർത്ത് അവിടുത്തെ ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ സന്തോഷിച്ചു. പക്ഷേ ആ സമാധാനത്തിന് വെറും 19 ദിവസത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 1009 ഒക്ടോബർ 18 ആ ഖലീഫ പുതിയ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ആ കൽപ്പന അനുസരിച്ച് യേശുവിന്റെ കല്ലറയും അതിരിക്കുന്ന പള്ളിയും, അതായത് ദ ചർച്ച് ഓഫ് ദ ഹോളി സെപ്പൽക്കറും പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞു. ആ പള്ളി പൊളിക്കൽ എത്ര ക്രൂരവും വിദ്വേഷപൂർണവുമായിരുന്നുവെന്ന് അക്കാലത്ത് ജീവിച്ചിരുന്ന യാഹ്യ ഇബ്ൻ സയ്യിദ് എന്ന ചരിത്രകാരൻ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. അതിന്റെ മലയാള വിവർത്തനം ഞാൻ വായിക്കാം. ആ ആക്രമണം പള്ളിയുടെ അടിത്തറ വരെയും ഇറങ്ങിച്ചെന്നതായിരുന്നു. പാറ തുരന്നുണ്ടാക്കിയ ആ ഖബർ ഈ ഭൂമിയിൽ നിലനിന്നിരുന്നു എന്നുള്ളതിന്റെ തെളിവായി അതിന്റെ ഒരംശം പോലും അവശേഷിക്കാൻ പറ്റാത്ത വിധത്തിൽ ആ ഖബറിനെ നിശേഷം നശിപ്പിച്ചു. ഖബറിടത്തിൽ ഉണ്ടായിരുന്ന തിരുശേഷിപ്പുകളും മറ്റ് വിശുദ്ധ വസ്തുക്കളും സമ്പൂർണമായി ഇല്ലായ്മ ചെയ്തു. ഇരുമ്പു ചുറ്റിക കൊണ്ട് പാറയിൽ പണിത ഖബറിന്റെ അടിത്തറ നശിപ്പിക്കാൻ സാധ്യമല്ല എന്ന് കണ്ടപ്പോൾ മൊത്തം തീയിട്ട് നശിപ്പിച്ചു. ഇങ്ങനെയാണ് ആ ചരിത്രകാരൻ ആ പള്ളി പൊളിക്കലിന്റെ വിവരണം നൽകിയിരിക്കുന്നത്. ഈ ചരിത്ര സംഭവത്തെക്കുറിച്ച് അവഗാഹമായ അറിവുള്ള എന്റെ അധ്യാപകൻ 19 വർഷം മുമ്പാണ്, 60 വർഷം മുമ്പത്തെ കാര്യമാണ്, ക്ലാസ്സിൽ വികാരാധീനായി ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതിങ്ങനെ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്: യേശുവിന്റെ ഖബർ കുത്തിപ്പൊളിച്ച് അതിലെ ഇഷ്ടിക ഓരോന്നോരോന്നായി പുറത്തെടുത്ത് അത് പൊടിച്ച് വിതറിക്കളഞ്ഞു. അതായത് ഈ ഖബറിന്റെ ഒരംശം പോലും ഇനി ഈ ഭൂലോകത്തുണ്ടാകാൻ പാടില്ല എന്നുള്ള കടുത്ത വിദ്വേഷത്തിലായിരുന്നു ആ പള്ളി പൊളിക്കൽ നടന്നത്. 1992 ബാബറി മസ്ജിദ് പൊളിച്ചത് അള്ളാഹുവിനോടോ മുഹമ്മദിനോടോ ഉള്ള വിദ്വേഷം കൊണ്ടല്ലായിരുന്നു. ബാബർ എന്ന ചക്രവർത്തി നശിപ്പിച്ച അമ്പലം, ഹൈന്ദവ അമ്പലം തിരിച്ചു പിടിക്കാനായിരുന്നു. അതുപോലെയല്ലായിരുന്നു ഈ പള്ളി പൊളിക്കൽ. യേശു എന്ന ലോകാരാധനായ ആ മനുഷ്യനോടുള്ള വിദ്വേഷം മാത്രമായിരുന്നു ഈ പള്ളി പൊളിക്കലിന്റെ കാരണം. ഇന്ന് ജെറൂസലത്തെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനെത്തുന്ന തീർത്ഥാടകർ കാണുന്ന യേശുവിന്റെ കല്ലറയും ദ ചർച്ച് ഓഫ് ദ
ഹോളി സെപ്പൽക്കറും ഒന്നും ഒറിജിനൽ അല്ല കേട്ടോ. ആ ഒറിജിനൽ മുഴുവനും ഖലീഫ ഇടിച്ചു നിരത്തി പൊടിച്ച് വിതറിക്കളഞ്ഞായിരുന്നു. ഒരു തരി പോലും മിച്ചം വെച്ചിട്ടില്ല. ലോകാരാധനായ യേശുവിന്റെ കല്ലറ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു മാറ്റിയത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു ദുഷ്കൃത്യം ആയിരുന്നു എന്ന സത്യം പരസ്യമായി പറയാൻ പോലും ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും മടിയാണ്, അല്ലെങ്കിൽ പേടിയാണ്. യഹൂദനെയും ക്രിസ്ത്യാനിയെയും ജന്മശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഖുർആൻ, അതായത് ഇസ്ലാം എന്ന മതം ആണ് ആ ഖലീഫയെ കൊണ്ട് ഈ ദുഷ്കൃത്യം ചെയ്തത്. അല്ലാതെ ആ ഖലീഫയ്ക്ക് യേശുവിനോട് വ്യക്തിപരമായി യാതൊരു വൈരാഗ്യമില്ലായിരുന്നു. സാമ്പത്തികമായ ഒരു ബാധ്യതയും അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടവും ഒന്നും അതിൽ നിന്ന് വരാനില്ലായിരുന്നു. എന്നിട്ടും അത് ചെയ്തു. ഇതൊരു ചരിത്ര സത്യമാണ്, പലരും മറക്കാൻ ശ്രമിക്കുന്ന ഒരു സത്യം. വർഗീയത അല്ല ഞാൻ ഈ പറയുന്നത്, ലോക ചരിത്രം സത്യമായി പറയുന്നു. അത് വിഭാഗീയമായി തോന്നുന്നുണ്ടെങ്കിൽ ആർക്കും അത് സഹായിക്കാൻ പറ്റില്ല. ആ ഖലീഫയുടെ ഇസ്ലാമിക ഭരണത്തിനെതിരെയാണ് 1095 നവംബറിൽ പോപ്പ് ഏർബൻ രണ്ടാമൻ, അതായത് ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് വാളെടുത്ത് വെട്ടിയ പത്രോസിന്റെ സിംഹാസനത്തിലിരിക്കുന്ന മാർപ്പാപ്പ ക്രിസ്ത്യാനികളോട് വാളെടുത്ത് പ്രയോഗിക്കുവാൻ, ശത്രു സംഹാരം എന്ന കടമ നിർവഹിക്കാൻ ഉത്ബോധിപ്പിച്ചത്. ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ ഏതൊരു ധർമ്മിഷ്ഠനും നിർവഹിക്കേണ്ടതായ ശത്രു സംഹാരം, വിനാശായ ദുഷ്കൃതം എന്ന കടമ ഒരു മാർപ്പാപ്പായാൽ നിർവഹിക്കപ്പെട്ടപ്പോൾ അതിന് ചരിത്രകാരന്മാർ നൽകിയ പേരാണ് കുരിശു യുദ്ധം. മാർപ്പാപ്പമാരുടെ നേതൃത്വത്തിൽ നടത്തിയ ആ ശത്രു സംഹാരത്തിന്റെ ഫലമായി ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വന്നുപെട്ട ജെറൂസലം നഗരത്തിന് താൽക്കാലികമായിട്ടെങ്കിലും മോചനം ലഭിച്ചു. അപ്പോൾ ഈ ഒരു പള്ളി പൊളിച്ചതിന്റെ പേരിലാണോ ഇത്രയും യുദ്ധങ്ങൾ ചെയ്തതെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ശരിയാണ്. ക്രൈസ്തവ ദർശനത്തിന്റെ ദൃഷ്ടികോണത്തിൽ കൂടി നോക്കിയാൽ പള്ളിയും പട്ടക്കാരനും കവറും ഇതൊന്നും ഒരു കാര്യമുള്ള കാര്യങ്ങളല്ല, എന്നും വലിയ വിലയില്ല. കുരിശുയുദ്ധങ്ങളുടെ ഒരു നിമിത്തം മാത്രമായിരുന്നു ഈ പള്ളി പൊളിക്കൽ. അതിലും വേറെ ഒരു കാര്യം, കുരിശുയുദ്ധങ്ങളുടെ അനന്തര ഫലം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമേ വെള്ളക്കാരെ കുരിശുയുദ്ധങ്ങളിലേക്ക് നയിച്ച ചേതോവികാരം എന്തായിരുന്നുവെന്ന് മനസ്സിലാവൂ. എങ്കിൽ മാത്രമേ കുരിശുയുദ്ധങ്ങൾ അപമാനമാണോ അഭിമാനമാണോ എന്ന് പറയാൻ സാധിക്കൂ. പള്ളിക്ക് വേണ്ടിയുള്ളതല്ലായിരുന്നു, മറിച്ച് ക്രൈസ്തവ സംസ്കാരത്തിന് വേണ്ടി, ക്രൈസ്തവ ദർശനത്തിൽ പൊതിഞ്ഞ ഗ്രേക്കോ റോമൻ കൾച്ചറിന് വേണ്ടിയായിരുന്നു അത്. അതെ, ഗ്രേക്കോ റോമൻ കൾച്ചർ, അതായത് ഇന്ന് പാശ്ചാത്യ ലോകത്ത് നിലനിൽക്കുന്ന സംസ്കാരം, ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കിയെടുത്ത ആ സംസ്കാരം, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന അഭയാർത്ഥികളെ കൈനീട്ടി സ്വീകരിക്കുന്ന ആ മനോഭാവം വളർത്തിയെടുത്ത ആ സംസ്കാരം, കമ്മ്യൂണിസം എന്ന തത്വത്തിന് ജന്മം നൽകിയ ആ സംസ്കാരം, ഫിസിക്കൽ സയൻസ് ഗ്രീക്കുകാരെയും പൊളിറ്റിക്കൽ സയൻസ് റോമാക്കാരെയും അനുകരിക്കുന്ന ആ സംസ്കാരം, ഗ്രേക്കോ റോമൻ കൾച്ചർ, അതാണ് യൂറോപ്പിന്റെ കൾച്ചർ. ആ യൂറോപ്പിന്റെ ഒരു എക്സ്പ്രഷൻ മാത്രമാണ് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലും ഓസ്ട്രേലിയയിലും നിലനിൽക്കുന്ന ആ സംസ്കാരം. ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ കുടിയേറി താമസിക്കാനും ടൂറിന് പോകാനും ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാനഡ, UK, USA, അമേരിക്ക, ജർമ്മനി, സ്വിറ്റ്സർലൻഡ് എന്നിങ്ങനെ മലയാളികൾ മോഹിക്കുന്ന ആ രാജ്യങ്ങളിലെല്ലാം നിലനിൽക്കുന്ന ആ സംസ്കാരം, ആരാധനാലയങ്ങളെക്കാളും ആവശ്യം വാസസ്ഥലങ്ങൾക്കാണ് എന്ന് ബോധ്യം നൽകിയ ആ സംസ്കാരം, ദൈവസ്നേഹത്തെക്കാൾ വലുത് മനുഷ്യസ്നേഹമാണ് എന്ന് വിശ്വസിക്കുന്ന ഇന്നത്തെ പാശ്ചാത്യ സംസ്കാരം, ആ കൾച്ചർ ഇന്നും ലോകത്തിൽ നിലനിൽക്കാൻ കാരണം
ഇങ്ങനെയുള്ള കുരിശുയുദ്ധങ്ങളായിരുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് ഞാനിനി പറയാൻ പോകുന്നത്. അതായത് ഗ്രേക്കോ റോമൻ കൾച്ചറിനെ ഉന്മൂലനം ചെയ്ത് അതിന്റെ സ്ഥാനത്ത് ഗ്രേക്കോ റോമൻ കൾച്ചറിന് ഘടകവിരുദ്ധമായ അറേബ്യൻ കൾച്ചർ എന്താണെന്ന് നിങ്ങളോട് ഈ ലോകത്തിൽ ആരോടും പറഞ്ഞു കൊടുക്കണ്ട, എല്ലാവരും കണ്ടു മടുത്തതാണല്ലേ. ഇത്ര വികൃതമായ മറ്റൊരു കൾച്ചർ ഇല്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പൊ ആ അറേബ്യൻ കൾച്ചർ യൂറോപ്പിൽ പടർന്നു പിടിക്കാതെ ആ മാരക സമ്പ്രദായത്തിൽ നിന്നും യൂറോപ്പ് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അതായത് കുരിശ് യുദ്ധങ്ങൾ എങ്ങനെയാണ് യൂറോപ്പിനെ അറേബ്യൻ കൾച്ചറിൽ നിന്നും രക്ഷിച്ചത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രസക്തമായ മറ്റൊരു കാര്യം കൂടി പറയാം. അതെന്താണെന്ന് വെച്ചാൽ, ക്രിസ്ത്യൻ ഭരണാധികാരികൾ തങ്ങളുടെ മതത്തോടൊപ്പം ഗ്രേക്കോ റോമൻ കൾച്ചർ പടർത്താൻ ശ്രമിക്കുമ്പോൾ മുസ്ലിം ഭരണാധികാരികൾ തങ്ങളുടെ മതത്തിൽ കൂടി അറേബ്യൻ കൾച്ചർ നിർബന്ധമായി അടിച്ചേൽപ്പിക്കും. അറബി ഭാഷ, അറേബ്യൻ വസ്ത്രധാരണം, അറേബ്യൻ ഭക്ഷണം, അതും കൂടാതെ ശരീഅത്ത് നിയമം എന്നിവ നിർബന്ധമായി നടപ്പിൽ വരുത്തും. അങ്ങനെയാണ് നോർത്ത് ആഫ്രിക്കയിലെ ഈജിപ്ത്, ലിബിയ, മൊറോക്കോ, അൾജീരിയ, ടുണീഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ അറബി ഭാഷയും അറേബ്യൻ കൾച്ചറും വന്ന്. അല്ലാതെ അവരാരും അറബികളല്ലായിരുന്നു. അവരിന്നും അറബികളല്ല. അവരിൽ അടിച്ചേൽപ്പിച്ചൊരു ഭാഷ അറബിക്കായി എന്ന് മാത്രം. അതുപോലെ തന്നെ സുറിയാനി ഭാഷ സംസാരിച്ചിരുന്ന ഇറാഖ്, സിറിയ, ജോർഡൻ, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളിലും അറബി ഭാഷയും സംസ്കാരവും വന്നതും അങ്ങനെ തന്നെ ആയിരുന്നു. ഇങ്ങനെയുള്ള ഈ സ്വഭാവമുള്ള ഇസ്ലാം യൂറോപ്പിലേക്ക് കടന്നുകയറ്റം തുടങ്ങിയത് AD 8-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. AD 8-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ സ്പെയിനും പോർച്ചുഗലും ഉൾപ്പെടുന്ന ഐബീരിയൻ പെനിൻസുല കീഴടക്കിക്കൊണ്ടായിരുന്നു. ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഐബേരിയൻ പെനിൻസുല പിടിച്ചടക്കിയതിന് ശേഷം യൂറോപ്പിനെ മറ്റൊരു അറേബ്യ ആക്കി തീർക്കാനുള്ള ജിഹാദിനായി ഒരുമ്പിട്ടിറങ്ങിയ മുസ്ലിം സേനകളെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കാതെ തടഞ്ഞത് AD 740-41 കാലഘട്ടത്തിൽ ചാൾസ് മാർട്ടൽ എന്ന ഫ്രഞ്ച് പ്രഭുവിന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിലെ പോറ്റുവാ എന്ന സ്ഥലത്ത് നടന്ന യുദ്ധത്തിൽ ജിഹാദികൾക്കുണ്ടായ കനത്ത പരാജയമായിരുന്നു. അതിനുശേഷം അവർ മതപ്രചാരണം, അറേബ്യൻ കൾച്ചർ പ്രചാരണം എന്നിവയൊന്നും നടത്താതെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സെക്യുലറായ ഒരു ഭരണകൂടമായി മാറി. അത് ഫലം കാണുകയും ചെയ്തു. ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ മുസ്ലിം ഭരണാധികാരികളുമായി ഒരു ശണ്ടയ്ക്കും പോയതുമില്ല. അങ്ങനെ ക്രിസ്ത്യാനികളും മുസ്ലിമുകളും സൗഹൃദത്തിൽ പോകുന്ന സമയത്താണ് 1009 അൽ ഹക്കീം എന്ന ഖലീഫ യേശുവിന്റെ ഖബറും പള്ളിയും തച്ചുടച്ചതും പിന്നീട് ആ ഖലീഫയെ തോൽപ്പിച്ച് ജെറൂസലം പിടിച്ചെടുക്കാൻ മാർപ്പാപ്പമാർ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചതും അങ്ങനെ ഒന്നാമത്തെ കുരിശുയുദ്ധത്തിലൂടെ ജെറൂസലത്തെ താൽക്കാലികമായി മോചിപ്പിച്ചതും പിന്നീട് 1787 ജിഹാദികൾ വീണ്ടും ജെറൂസലം പിടിച്ചിറക്കിയതും ഇങ്ങനെയുള്ള കുരിശുയുദ്ധങ്ങളും അത് പിന്നെയും കുരിശുയുദ്ധം, പിന്നെയും പിടിച്ചിറക്കി, പിന്നെയും ചെറുതിട്ട് ഇങ്ങനെ ജെറൂസലം പൂർണ്ണമായും മുസ്ലിം ഭരണത്തിന് കീഴിലും ആയതുമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ഇവയെല്ലാം കണ്ട് യൂറോപ്പിലെ സഭാ നേതാക്കൾ ഭയചകിതരായി. യൂറോപ്പിൽ ഇസ്ലാമിക ഭരണം തുടർന്നാൽ ഈജിപ്ത്, ലിബിയ, മൊറോക്കോ, അൾജീരിയ, ടുണീഷ്യ എന്നീ രാജ്യങ്ങളടങ്ങിയ നോർത്ത് ആഫ്രിക്കയിലും ജെറൂസലേമിലും ഇറാഖ്, സിറിയ, ജോർഡൻ തുടങ്ങിയ രാജ്യങ്ങളിലും സംഭവിച്ചത് യൂറോപ്പിലും സംഭവിക്കുമെന്ന് ബോധ്യമായതിനെ തുടർന്ന് യൂറോപ്പിലും കുരിശുയുദ്ധങ്ങളുടെ അനിവാര്യത ഉണ്ടെന്ന്
അവർക്ക് മനസ്സിലായി. അതിനെ തുടർന്നാണ് സ്പെയിനിലെ ഇസ്ലാമിക ഭരണത്തെ ഇല്ലാതാക്കി സ്പെയിനിനെ തിരികെ പിടിക്കാനുള്ള റെക്കോങ്കിസ്റ്റ, തിരിച്ചുപിടുത്തം എന്നറിയപ്പെടുന്ന കുരിശ് യുദ്ധം ആരംഭിച്ചത്. അതിന് ചുക്കാൻ പിടിച്ചത് ഇന്നസെന്റ് മൂന്നാമൻ, കലിസ്റ്റസ് രണ്ടാമൻ എന്നീ മാർപ്പാപ്പന്മാരെ. ഇന്നസെന്റ് മൂന്നാമൻ മറ്റു മാർപ്പാപ്പന്മാരെ പോലെ ഒരു ആഹ്വാനം മാത്രം കൊടുക്കുന്ന ആളല്ലായിരുന്നു. അദ്ദേഹം സ്വയം കുരിശ് യുദ്ധത്തിനുള്ള കരുനീക്കങ്ങൾ നടത്തുമായിരുന്നു. സ്വയം വാളെടുത്ത് കളത്തിലിറങ്ങിയില്ല എന്ന് മാത്രം. മാർപ്പാപ്പന്മാരുടെ വ്യക്തമായ നിർദ്ദേശപ്രകാരം വിശ്വാസികൾ ഒന്നടങ്കം ആയുധധാരികളായി പല കുരിശ് യുദ്ധങ്ങൾ നടത്തി സ്പെയിനിനെ ഇസ്ലാമിക ഭരണത്തിൽ നിന്നും മോചിപ്പിച്ചു. അതോടുകൂടി ഇസ്ലാമിക ശക്തികൾ എല്ലാവരും ഒരു പാഠം പഠിച്ചു. മധ്യേഷ്യയിലുള്ള യെരൂസലേമിനെയും പാലസ്തീനെയും കീഴടക്കാൻ സാധിച്ചതുപോലെ യൂറോപ്പിനെ ഇസ്ലാമിക ഉമ്മത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് അവർക്ക് ബോധ്യമായി. അതിനുശേഷം ഒരിക്കലും അറേബ്യയിൽ നിന്ന് ഒരാക്രമണവും യൂറോപ്പിന് നേരിടേണ്ടി വന്നില്ല. അങ്ങനെയാണ് ജെറൂസലേമിനെ ഇസ്ലാമിക ഭരണത്തിൽ നിന്നും മോചിപ്പിക്കാനായി തുടങ്ങിയ കുരിശ് യുദ്ധം, അതായത് മാർപ്പാപ്പമാരുടെ നേതൃത്വത്തിലുള്ള സഭ യൂറോപ്പിനെ ഇസ്ലാമിൽ നിന്നും രക്ഷിച്ചത്. അന്നത്തെ മാർപ്പാപ്പമാരും മെത്രാന്മാരും കുരിശ് യുദ്ധത്തിന് ആഹ്വാനം നൽകിയില്ലായിരുന്നെങ്കിൽ, വിശ്വാസികൾ ഒന്നടക്കം രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ കുരിശ് യുദ്ധങ്ങൾ നടത്തിയില്ലായിരുന്നെങ്കിൽ, ഇന്നത്തെ യൂറോപ്പ്, ഇംഗ്ലണ്ടും ജർമ്മനിയും ഇറ്റലിയും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ചേർന്ന യൂറോപ്പ് അഫ്ഗാനിസ്ഥാനും സിറിയയും ഇറാഖും ലിബിയയും പോലെയുള്ള നാടുകൾ ആകുമായിരുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഒരു മദ്രസ മാത്രമാകുമായിരുന്നേനെ. പ്രോട്ടസ്റ്റന്റിസം തുടങ്ങിയ മാർട്ടിൻ ലൂതർ തന്റെ നാടായ വിറ്റൻബർഗിലെ ഒരു മദ്രസയിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ് മാത്രമാകുമായിരുന്നേനെ. മാർക്സിസം എന്നൊരു വാക്ക് ഈ ഭൂലോകത്ത് ഉണ്ടാകില്ലായിരുന്നു. യഹൂദനായ കാറൽ മാർക്സിനെ ഇസ്ലാമിക ഭരണകൂടം കൊന്നുകളയുമായിരുന്നു. E=mc² എന്ന മാന്ത്രിക ഇക്വേഷൻ പറഞ്ഞു തരാൻ ഐൻസ്റ്റൈൻ എന്ന യഹൂദൻ ഈ ഭൂമുഖത്ത് ജീവിക്കില്ലായിരുന്നു. റേഡിയേഷൻ കണ്ടുപിടിച്ച മേരി ക്യൂറി എന്ന വനിത 4ാം ക്ലാസ് വരെ സ്കൂളിൽ പോകുമായിരുന്നുള്ളൂ. പെൺകുട്ടികൾക്കാർക്കും കോളേജിൽ പോകാൻ സാധ്യമാകുമായിരുന്നില്ല. ലോകം മൊത്തം ആസ്വദിക്കുന്ന സംഗീത സന്ധികൾ ഒന്നും ഉണ്ടാകില്ലായിരുന്നു. മൈക്കിൾ ജാക്സണും മദോണയും ഒന്നും പ്രതിഭകളാകില്ലായിരുന്നു. സംഗീതം ഇസ്ലാമിൽ ഹറാമാണ്. സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊന്നും യൂറോപ്പിൽ ഉണ്ടാകില്ലായിരുന്നു. മിസ് വേൾഡ് എന്നും മിസ് UK എന്നും എന്നിങ്ങനെയുള്ള സ്ത്രീ സൗന്ദര്യ മത്സരങ്ങളൊന്നും നടക്കില്ലായിരുന്നു. സകല സ്ത്രീകളും പർദ്ദ എന്ന ചാക്കിൽ പൊതിഞ്ഞിരിക്കുമായിരുന്നു. പബ്ബുകൾ, മദ്യശാലകൾ, ബാറുകൾ, നൈറ്റ് ക്ലബുകൾ ഒന്നും ഉണ്ടാകില്ലായിരുന്നു. സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചഭിനയിക്കുന്ന സിനിമകളൊന്നും ഉണ്ടാകില്ലായിരുന്നു. യൂറോപ്യൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പന്നിയിറച്ചി, അതായത് യൂറോപ്പിൽ മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ തിന്നു ഭക്ഷിച്ചു വന്നിരുന്ന പന്നിയിറച്ചി AD 1000 നിരോധിക്കപ്പെടുമായിരുന്നു. എന്തിനധികം പറയുന്നു, അമേരിക്ക, ഓസ്ട്രേലിയ എന്നീ ഭൂഖണ്ഡങ്ങൾ വരെ ആരും കണ്ടുപിടിക്കില്ലായിരുന്നു. അതായത് ഇസ്ലാം യൂറോപ്പിൽ വേര് പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന എല്ലാ ശാസ്ത്രീയ സാമൂഹ്യ തത്വങ്ങൾക്ക് ഉടലെടുക്കാൻ പറ്റിയ സാമൂഹ്യ പരിസ്ഥിതി ഉണ്ടാക്കിയ റിനൈസൻസ് എന്ന സാമൂഹ്യ വിപ്ലവം സംഭവിക്കില്ലായിരുന്നു. കേരളത്തിലെ എല്ലാ പ്രകൃതിയും നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദരി എന്ന ആപ്തവാക്യം ഉണ്ടായ ഫ്രഞ്ച് വിപ്ലവം ഒരു ഇസ്ലാമിക ഫ്രാൻസിൽ ഉണ്ടാകില്ലായിരുന്നു. മാർപ്പാപ്പമാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞിരുന്ന ക്രിസ്തീയ സഭയാണ് യൂറോപ്പിനെ ഇസ്ലാമിൽ നിന്നും രക്ഷിച്ചത് എന്ന കാര്യം ഏറ്റവും കൂടുതൽ മറന്നിരിക്കുന്നത് യൂറോപ്യൻസ് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരം. കുരിശ് യുദ്ധം നടത്തിയ ജനത തന്നെയാണ് ഇന്നത്തെ യൂറോപ്പും അമേരിക്കയും നിർമ്മിച്ചത് എന്ന കാര്യം മറക്കരുത്.
കുരിശുയുദ്ധം നടത്തിയ ജനത തന്നെയാണ് ഫ്രഞ്ച് റെവല്യൂഷൻ നടത്തിയതെന്ന് ഓർക്കുക. ഇനി കുരിശുയുദ്ധം നടക്കാതിരുന്ന ഈജിപ്ത് അഥവാ ഇന്നത്തെ നോർത്ത് ആഫ്രിക്ക, അതായത് ഈജിപ്ത്, ലിബിയ, ട്യൂണീഷ്യ, മൊറോക്കോ, അൾജീരിയ എന്നീ രാജ്യങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? കുരിശുയുദ്ധം നടക്കാതിരുന്ന രാജ്യങ്ങളാണത്. അവിടുത്തെ അവസ്ഥ എന്താണ്? അവർ ഇങ്ങനെ പാപ്പരായി സാമ്പത്തികമായും ശാസ്ത്രീയമായും പിന്നോക്കം നിൽക്കേണ്ടവരായിരുന്നോ? 5000 വർഷങ്ങൾക്ക് മുമ്പ് പിരമിഡ്സ് വരെ ഉണ്ടാക്കാൻ മാത്രം ശാസ്ത്ര സാങ്കേതിക മികവുണ്ടായിരുന്ന അതീവ ബുദ്ധിമാന്മാരായ ജനത ഇന്ന് ഇങ്ങനെ കഴിയേണ്ടതായിരുന്നോ? അന്ന് അവിടെ കുരിശുയുദ്ധം നടന്നിരുന്നെങ്കിൽ, നോർത്ത് ആഫ്രിക്കയിൽ കുരിശുയുദ്ധം നടന്നിരുന്നെങ്കിൽ ഇന്ന് നോർത്ത് ആഫ്രിക്ക, അതായത് ഈജിപ്ത് അമേരിക്കയെക്കാളും യൂറോപ്പിനേക്കാളും ഉന്നതിയിലെത്തുമായിരുന്നു. ഇനി പറ, കുരിശുയുദ്ധങ്ങൾ അപമാനമോ അതെയോ അഭിമാനമോ?